RCB വേഴ്സസ് ചെന്നൈ തോറ്റു. കൂടുതലൊന്നും പറയാനില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രൊഡിക്ട് ചെയ്ത ഒരു മാച്ച് ആയിരുന്നു. ഞാൻ വിചാരിച്ചു സഞ്ജു ഒരു കംബാക്ക് കൊടുക്കും, സർഫറാസ് ഖാൻ കുറച്ചും കൂടി നേരം നിന്നിട്ട് ഒരു നല്ലൊരു നോക്കൌട്ട് പ്ലേ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചേ, പക്ഷേ ഒന്നും നടന്നില്ല. സർഫറാസ് ഖാന്റെ 50 ആണ് കുറച്ച് ആശ്വസിപ്പിക്കാവുന്ന ഒരു ഘടകം. പിന്നെ RCB ഓൾറെഡി പ്രൊഡിക്ട് ചെയ്ത പോലെ തന്നെ അവർ ജയിച്ചു. 250+ ചേസ് ചെയ്യുന്നത് ഈസിയായ കാര്യമല്ല, പക്ഷേ 250 റൺസ് കൊടുക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ ചെന്നൈ ബോളേഴ്സിന്റെ സൈഡിൽ നിന്ന്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ടിം ഡേവിഡ്, രജത് പറ്റീദാർ ദ ക്യാപ്റ്റൻ. കാരണം അവരിറങ്ങിയ ശേഷമാണ് ഇത്രയും റണ്ണ് ടേൺ ആയത്. ഒരു വിക്കറ്റ് പോലും പോകാതെ അവര് മാച്ചിനെ ചെന്നൈയുടെ കയ്യിൽ നിന്ന് ടേക്ക് അവേ ലോങ് ഫോർ. സെക്കൻഡ് ബാറ്റ് ചെന്നൈയുടെ സൈഡിലാണെങ്കിൽ പോലും ആസ് യൂഷ്വൽ ഋതുരാജ് ഫെയിലിയർ ആയിപ്പോയി, ആയിഷ് മാത്രമേ ഫെയിലിയർ ആയി, സഞ്ജു ചേട്ടൻ ഫെയിലിയർ ആയി. സർഫറാസ് ഖാൻ പുള്ളിയും കുറച്ച് ക്ഷമയോടെ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ 1% ചാൻസ് ചെന്നൈക്ക് കിട്ടിയാനെ. ആ ഒരു അനാവശ്യ ഷോട്ട്, അതും കുർണാൽ പാണ്ഡ്യ ഏടാ ഔട്ടായിപ്പോയി. 3 തുടർ തോൽവി ചെന്നൈക്ക്. ഇനി ചെന്നൈ തിരിച്ചു വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?